അലയടിക്കുന്ന സമുദ്രത്തിന്റെ ആഴങ്ങളിലേക്ക് നോക്കുമ്പോൾ പതിറ്റാണ്ടുകൾക്ക് മുൻപ് കടലൊളിപ്പിച്ച ഒരു നിഗൂഢ രഹസ്യത്തിന്റെ തണുപ്പ് നമുക്ക് തൊട്ടറിയാം. വർഷം 1979. കേരളത്തിന്റെ സമുദ്ര ചരിത്രത്തിലെ ഏറ്റവും വലിയ അഭിമാനമായിരുന്ന MV കൈരളി എന്ന ഭീമൻ ചരക്ക് കപ്പൽ അറ്റ്ലാന്റിക് സമുദ്രം ലക്ഷ്യമാക്കി ഗോവയിൽ നിന്നും പുറപ്പെടുന്നു. 51 മനുഷ്യജീവനുകളും 20,000 ടൺ ഇരുമ്പയിരുമായി നീങ്ങിയ ആ കൂറ്റൻ കപ്പൽ ശാന്ത സമുദ്രത്തിൽ വെച്ച് ഒരൊറ്റ രാത്രി കൊണ്ട് എങ്ങോ അപ്രത്യക്ഷമായി. ഒരവശിഷ്ടം പോലും ഇല്ലാതെ, ഒരു റേഡിയോ സന്ദേശം പോലും ബാക്കി വെക്കാതെ കൈരളി എവിടെയാണ് മറഞ്ഞുപോയത്? സമുദ്രം ഇന്നും കാത്തുസൂക്ഷിക്കുന്ന കേരളത്തിന്റെ ടൈറ്റാനിക് എന്നറിയപ്പെടുന്ന MV കൈരളിയുടെ ഭീതിപ്പെടുത്തുന്ന ആ അജ്ഞാത ചരിത്രത്തിലേക്ക്. ജൂൺ 30 ഗോവയിലെ മർമഗോവ തുറമുഖം വലിയൊരു യാത്രയ്ക്ക് സാക്ഷ്യം വഹിക്കുകയായിരുന്നു. ജർമ്മനിയിലെ റോസ്റ്റോക്ക് തുറമുഖത്തേക്ക് എത്തിക്കുവാനുള്ള 20,000 ടൺ ഇരുമ്പയിര് കൈരളിയിൽ പൂർണ്ണമായും നിറച്ചിട്ടുണ്ടായിരുന്നു. 51,000 ടൺ ഭാരം വഹിക്കുവാൻ ശേഷിയുള്ള അന്നത്തെ അത്യാധുനിക സൗകര്യങ്ങളുള്ള ഒരു ബൾക്ക് കാരിയർ കപ്പലായിരുന്നു അത്. കേരളത്തിന്റെ സ്വന്തം കപ്പലായതുകൊണ്ട് തന്നെ അതിലെ ജീവനക്കാരിൽ 23 പേർ മലയാളികളായിരുന്നു. കപ്പലിന്റെ ക്യാപ്റ്റൻ മരിയദാസ് ജോസഫിന്റെ നേതൃത്വത്തിൽ കപ്പൽ യാത്രയ്ക്കായി ഒരുങ്ങി. കപ്പലിലെ ജീവനക്കാർക്ക് പുറമെ ഒരു സ്ത്രീയും അവരുടെ ചെറിയ കുഞ്ഞും ആ യാത്രയിൽ ഒപ്പമുണ്ടായിരുന്നു. ദീർഘദൂര യാത്രയായതിനാൽ കപ്പലിന് ഇന്ധനം നിറയ്ക്കുന്നതിനായി ആഫ്രിക്കൻ തീരത്തെ ജിബൂട്ടി തുറമുഖത്തായിരുന്നു ആദ്യത്തെ സ്റ്റോപ്പ് നിശ്ചയിച്ചിരുന്നത്. തുറമുഖത്ത് നിന്ന് കപ്പൽ പതുക്കെ നീങ്ങി തുടങ്ങിയപ്പോൾ തീരത്ത് നിന്നവർ കൈവീശി യാത്രയാക്കി. എന്നാൽ ആ യാത്ര തങ്ങളുടെ ജീവിതത്തിലെ അവസാനത്തെ യാത്രയായിരിക്കുമെന്ന് ആ കപ്പലിലുള്ളവർ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിരുന്നില്ല. യാത്ര ആരംഭിച്ച് 4-ാം ദിവസം, അതായത് 1979 ജൂലൈ 3-ന് ക്യാപ്റ്റൻ മരിയദാസ് ജോസഫ് മുംബൈയിലെ കപ്പൽ ആസ്ഥാനത്തേക്ക് തന്റെ പതിവ് റേഡിയോ സന്ദേശം അയച്ചു. കപ്പൽ സുരക്ഷിതമാണെന്നും യാത്ര നിശ്ചയിച്ച പാതയിലൂടെ തന്നെ മുന്നോട്ട് പോകുന്നുണ്ടെന്നുമുള്ള വിവരങ്ങളായിരുന്നു ആ സന്ദേശത്തിൽ ഉണ്ടായിരുന്നത്. കടൽ ശാന്തമായിരുന്നു. വരും ദിവസങ്ങളിൽ വലിയ പ്രകൃതിക്ഷോഭങ്ങൾ ഉണ്ടാകുമെന്ന യാതൊരു സൂചനയും കാലാവസ്ഥാ പ്രവചനങ്ങളിൽ ഇല്ലായിരുന്നു. അന്ന് ഉച്ചയ്ക്ക് ശേഷം കപ്പലിൽ നിന്ന് മറ്റൊരു സന്ദേശവും വന്നില്ല. രാത്രിയായി. അടുത്ത ദിവസവും കടന്നുപോയി. കൈരളിയിൽ നിന്നുള്ള റേഡിയോ തരംഗങ്ങൾ പൂർണ്ണമായും നിലച്ചു. നിശ്ചയിച്ച പ്രകാരം ജൂലൈ 8-ന് കൈരളി ജിബൂട്ടി തുറമുഖത്ത് എത്തേണ്ടതായിരുന്നു. എന്നാൽ ദിവസങ്ങൾ കഴിഞ്ഞിട്ടും കപ്പൽ അവിടെ എത്തിയില്ല. കപ്പലിൽ നിന്നുള്ള സന്ദേശങ്ങൾ ഒന്നും ലഭിക്കാതിരുന്നിട്ടും ജിബൂട്ടിയിലെ ഷിപ്പിംഗ് ഏജന്റ് ഈ വിവരം അധികൃതരെ അറിയിക്കുവാൻ വീണ്ടും വൈകിപ്പിച്ചു. ജൂലൈ 11-നാണ് കപ്പൽ കാണാനില്ലെന്ന ഔദ്യോഗിക വിവരം പുറത്തുവരുന്നത്. ആശയവിനിമയത്തിലുണ്ടായ വലിയ താമസം കാരണം കപ്പൽ കാണാതായി കൃത്യം 2 ആഴ്ചയ്ക്ക് ശേഷം ജൂലൈ 16-നാണ് ഇന്ത്യൻ നാവികസേന തിരച്ചിൽ ആരംഭിക്കുന്നത്. ഇന്ത്യൻ നാവികസേനയുടെ അത്യാധുനിക കപ്പലുകളും സൂപ്പർസോണിക് വിമാനങ്ങളും അറബിക്കടലിലുടനീളം അരിച്ചുപിറക്കി. ദിവസങ്ങളോളം നീണ്ട തിരച്ചിലിൽ നാവികസേനയ്ക്ക് കണ്ടെത്താനായത് വെറും ശൂന്യത മാത്രമായിരുന്നു. സാധാരണഗതിയിൽ ഒരു വലിയ കപ്പൽ കടലിൽ മുങ്ങുകയാണെങ്കിൽ അതിൽ നിന്നുള്ള എണ്ണപ്പാടുകൾ കടൽപ്പുറത്ത് പൊങ്ങി വരാറുണ്ട്. കപ്പലിലെ ലൈഫ് ബോട്ടുകളോ കപ്പലിൽ ഉണ്ടായിരുന്ന തടി കൊണ്ടുള്ള വസ്തുക്കളോ ചരക്കുകളോ കടലിൽ ഒഴുകി നടക്കാറുണ്ട്. എന്നാൽ കൈരളിയുടെ കാര്യത്തിൽ ഒരു ചെറിയ കപ്പൽ കഷ്ണം പോലും, ഒരു തുള്ളി എണ്ണ പോലും കടലിൽ കണ്ടെത്താനായില്ല. കപ്പൽ വായുവിൽ അലിഞ്ഞുപോയതുപോലെ ഒരവസ്ഥ. കപ്പൽ കാണാതായ വാർത്ത കേരളക്കരയെ മൊത്തത്തിൽ പിടിച്ചുലച്ചു. പ്രത്യേകിച്ച് കപ്പലിലെ മലയാളി ജീവനക്കാരുടെ വീടുകളിൽ കണ്ണീർ പടർന്നു. തങ്ങളുടെ പ്രിയപ്പെട്ടവർ എവിടെയെങ്കിലും ജീവനോടെ കാണുമെന്ന പ്രതീക്ഷയിൽ ആ കുടുംബങ്ങൾ വർഷങ്ങളോളം കാത്തിരുന്നു. ക്യാപ്റ്റൻ മരിയദാസ് ജോസഫിന്റെ മകൻ പിൽക്കാലത്ത് എഴുതിയ ദി മാസ്റ്റർ മറൈനർ എന്ന പുസ്തകം കാണാതായ ജീവനക്കാരുടെ കുടുംബങ്ങൾ അനുഭവിച്ച കടുത്ത മാനസിക വേദനയുടെയും സങ്കടങ്ങളുടെയും നേർക്കാഴ്ചയാണ്. തങ്ങളുടെ ഭർത്താക്കന്മാരും മക്കളും കടൽ കൊള്ളക്കാരുടെ പിടിയിലായിരിക്കുമെന്നും അവർ എപ്പോഴെങ്കിലും തിരികെ വരുമെന്നുമുള്ള പ്രതീക്ഷയിൽ ജീവിച്ച പ്രായമായ അമ്മമാരും ഭാര്യമാരും
ആ കുടുംബങ്ങളിലെ കണ്ണീർ ചിത്രങ്ങളായി മാറി. പലർക്കും സർക്കാർ പ്രഖ്യാപിച്ച ആനുകൂല്യങ്ങൾ ലഭിക്കാൻ പോലും വർഷങ്ങൾ കാത്തിരിക്കേണ്ടി വന്നു. MV കൈരളിക്ക് എന്ത് സംഭവിച്ചു എന്നതിനെക്കുറിച്ച് ഔദ്യോഗികമായി ഒരു സ്ഥിരീകരണവും ഇല്ലാത്തതിനാൽ നിരവധി ഊഹാപോഹങ്ങളും സിദ്ധാന്തങ്ങളും കാലാകാലങ്ങളായി ഉയർന്നു വരുന്നുണ്ട്. കടൽക്കൊള്ളക്കാരുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിരിക്കാമെന്നാണ് ഒരനുമാനം. ഏറ്റവും കൂടുതൽ ആളുകൾ വിശ്വസിക്കുന്ന ഒരു സിദ്ധാന്തമാണിത്. അറബിക്കടലിലെ അന്താരാഷ്ട്ര കപ്പൽശാലയിലൂടെ സഞ്ചരിക്കുമ്പോൾ കപ്പൽ ആയുധധാരികളായ കടൽക്കൊള്ളക്കാർ തട്ടിയെടുത്തിരിക്കാം. കപ്പലിലെ ആശയവിനിമയ സംവിധാനങ്ങൾ തകർത്ത ശേഷം ജീവനക്കാരെ തടവിലാക്കുകയോ വധിക്കുകയോ ചെയ്തിട്ടുണ്ടാകാം. പിന്നീട് കപ്പലിന്റെ പേരും നിറവും മാറ്റി അന്താരാഷ്ട്ര വിപണിയിൽ വിൽക്കുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും അജ്ഞാത തീരത്ത് വെച്ച് പൊളിച്ചു വിൽക്കുകയോ ചെയ്തിരിക്കാമെന്ന് കരുതപ്പെടുന്നവരുണ്ട്. അതല്ലെങ്കിൽ ചരക്ക് ചെരിഞ്ഞുണ്ടായ അപകടമാകാമെന്നും പറയപ്പെടുന്നു. ഇരുമ്പയിര് പോലുള്ള കനത്ത ചരക്കുകൾ കയറ്റുമ്പോൾ അവ കൃത്യമായ അനുപാതത്തിൽ ക്രമീകരിച്ചില്ലെങ്കിൽ വലിയ അപകടങ്ങൾക്ക് കാരണമാകാറുണ്ട്. കടലിലെ ശക്തമായ അടിയൊഴുക്കുകളിലോ പെട്ടെന്നുണ്ടായ വലിയ തിരമാലകളിലോ കപ്പൽ ഉലഞ്ഞപ്പോൾ ഉള്ളിലെ ഭാരമേറിയ ഇരുമ്പയിര് ഒരു വശത്തേക്ക് ചെരിഞ്ഞു പോയിരിക്കാം. ചരക്ക് പെട്ടെന്ന് ഒരു ഭാഗത്തേക്ക് നീങ്ങിയാൽ മിനിറ്റുകൾക്കകം കപ്പൽ തലകീഴായി മറിയും. ജീവനക്കാർക്ക് ഒരു ലൈഫ് ബോട്ട് പോലും ഇറക്കാനോ റേഡിയോ സന്ദേശം അയക്കാനോ ഉള്ള സമയം ലഭിക്കുന്നതിന് മുൻപ് കപ്പൽ കടലിന്റെ ആഴങ്ങളിലേക്ക് താഴ്ന്നു പോയിരിക്കാം. അതേസമയം കൈരളി യാത്ര തിരിക്കുന്നതിന് മുൻപ് തന്നെ അതിന് ഗുരുതരമായ സാങ്കേതിക തകരാറുകൾ ഉണ്ടായിരുന്നു എന്ന ആക്ഷേപങ്ങൾ പിന്നീട് ഉയർന്നിരുന്നു. കപ്പലിലെ റഡാർ സംവിധാനം കൃത്യമായി പ്രവർത്തിച്ചിരുന്നില്ലെന്നും കപ്പൽ ഇത്രയും വലിയൊരു യാത്രയ്ക്ക് സജ്ജമല്ലെന്നും ക്യാപ്റ്റൻ മരിയദാസ് അധികൃതർക്ക് മുന്നറിയിപ്പ് നൽകിയിരുന്നതായും പറയപ്പെടുന്നു. എന്നാൽ കേരള ഷിപ്പിംഗ് കോർപ്പറേഷനിലെ ഉയർന്ന ഉദ്യോഗസ്ഥരുടെ സമ്മർദ്ദത്തിന് വഴങ്ങിയാണ് ക്യാപ്റ്റന് യാത്ര തുടരേണ്ടി വന്നതെന്ന ആരോപണവും അന്ന് ശക്തമായിരുന്നു. ഈ വീഴ്ച മറച്ചുവെക്കുവാൻ വലിയ തോതിലുള്ള ഉദ്യോഗസ്ഥ ഇടപെടലുകൾ നടന്നിട്ടുണ്ടാകാമെന്നും പലരും സംശയിക്കുന്നു. വർഷങ്ങൾ കഴിഞ്ഞിട്ടും മലയാളി മനസ്സിനെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്ന ഈ ദുരന്തം ഇപ്പോൾ ചലച്ചിത്ര ലോകത്തും ചർച്ചയാവുകയാണ്. 2018 എന്ന വൻ വിജയത്തിന് ശേഷം പ്രശസ്ത സംവിധായകൻ ജൂഡ് ആന്റണി ജോസഫ് തന്റെ അടുത്ത ചിത്രമായി പ്രഖ്യാപിച്ചിരിക്കുന്നത് MV കൈരളിയുടെ കഥയാണ്. 1979 നടന്ന ഈ ദുരന്തത്തിന്റെ പശ്ചാത്തലവും അതിന്റെ പിന്നിലെ നിഗൂഢതകളും ഇരകളുടെ കുടുംബാംഗങ്ങളുടെ വേദനയും ദൃശ്യാവിഷ്കരിക്കുവാനുള്ള ഒരുക്കത്തിലാണ് അണിയറ പ്രവർത്തകർ. ഈ സിനിമയിലൂടെ കൈരളി എന്ന കാണാ കപ്പലിന്റെ വിസ്മരിക്കപ്പെട്ട ചരിത്രം പുതിയ തലമുറയ്ക്ക് മുന്നിലേക്ക് ഒരിക്കൽ കൂടിയെത്തും. MV കൈരളി അപ്രത്യക്ഷമായിട്ട് പതിറ്റാണ്ടുകൾ കഴിഞ്ഞു. സാങ്കേതിക വിദ്യ ഇത്രമാത്രം പുരോഗമിച്ച ഇക്കാലത്ത് പോലും സമുദ്രത്തിന്റെ അടിത്തട്ടിൽ കിടക്കുന്ന പഴയ അവശിഷ്ടങ്ങൾ കണ്ടെത്തുവാൻ സംവിധാനമുള്ള ഈ യുഗത്തിലും കൈരളിയെക്കുറിച്ച് ഒരു വിവരവും ഇന്നും ലഭ്യമല്ല. അറബിക്കടലിന്റെ ഏതോ ഒരു കോണിൽ ഇരുണ്ട ആഴങ്ങളിൽ 51 മനുഷ്യരുടെ സ്വപ്നങ്ങളും ഇരുമ്പയിരിന്റെ ഭാരവും പേറി ആ കപ്പൽ ഇന്നും വിശ്രമിക്കുന്നുണ്ടാകാം. അതല്ലെങ്കിൽ മറ്റേതെങ്കിലും പേരിൽ ലോകത്തിന്റെ ഏതോ തുറമുഖത്ത് അതിന്നും സർവീസ് നടത്തുന്നുണ്ടാകാം. സത്യം എന്താണെന്ന് ആ കടലിന് മാത്രമേ അറിയൂ. ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങളുമായി MV കൈരളി ഇന്നും ഇന്ത്യൻ സമുദ്ര ചരിത്രത്തിലെ ഏറ്റവും വലിയ നിഗൂഢതയായി അവശേഷിക്കുന്നു.